പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 23 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നിനും കുറവ് വരാൻ അനുവദിക്കാതെ നമ്മളെ ഉള്ളം കയ്യിൽ വരച്ച് സൂക്ഷിച്ച് ഉള്ളം കയ്യിൽ വഹിച്ച ആ നല്ല പിതാവിന് യേശു നമ്മുടെ കൂടെ ഇരുന്ന് ഞാൻ നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ യേശു കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കൂടെ നടന്ന് നമ്മളെ അത്ഭുതമാക്കിയില്ലേ? അക്കാരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹിച്ചില്ലേ? രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഒക്കെ നമ്മളെ വിടുവിച്ച് കർത്താവ് സൂക്ഷിച്ച് നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് ഞാൻ കിടന്നുറങ്ങി കർത്താവിനെ താങ്ങിയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു എന്ന് പറയാൻ പറ്റുന്നവരെല്ലാവരും ആ കരം ഉയർത്തി കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം വിശ്വാസത്താൽ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞു. എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം എന്നെ അത്ഭുതങ്ങളിലൂടെ നടത്തും. ചെങ്കടൽ പിളർന്ന് തൻ്റെ ജനത്തെ പണ്ട് നടത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം പുതുവഴികൾ തുറന്ന് ഇന്ന് പകൽക്കാലം കർത്താവ് എന്നെ അതിശയമായി നടത്തും എന്ന വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. പപ്പ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 119 സങ്കീർത്തനം 164 വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ നമുക്കും ഈ പ്രഭാതത്തിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കരം ഉയർത്തി പറ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും യേശുവ ഞങ്ങളുടെ കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. രക്ഷിക്കുന്ന മഹാവീരനെ പോലെ അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് അവരുടെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകട്ടെ. അവരുടെ മുമ്പിൽ പുതിയ വഴികൾ തുറക്കപ്പെടുമാറാകട്ടെ. ആമേൻ. അവർക്ക് വേണ്ടി കർത്താവിൻ്റെ ഫേവർ ഇന്ന് വെളിപ്പെടുമാറാകട്ടെ. അങ്ങയുടെ ആ വടിയും കോലും തൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽക്കാലം ആശ്വസിപ്പിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ വിട്ടുപോകട്ടെ. ഇവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ, ഇവർ സൗഖ്യമുള്ളവരായി തീരട്ടെ. അങ്ങയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇടവരുത്തി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ആമേൻ, നടുവിന് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ വളരെ ദിവസങ്ങളായി ശാരീരികമായ ആ ബുദ്ധിമുട്ടിനാൽ പ്രയാസപ്പെടുന്നു. കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലിവർ സംബന്ധമായ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ക്ഷീണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. വഴികൾ തുറക്കുന്നവൻ കർത്താവ. ഇന്നു പകൽ ഞങ്ങൾ ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വഴികളെ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കണമേ. കർത്താവ് വിവാഹപ്രായമായ ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേലൊരു അത്ഭുതം നടക്കട്ടെ. അപ്പോൾ അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത്ഭുതം സംഭവിക്കണം. ഈ ഒക്ടോബർ മാസത്തിൻ്റെ ഈ ലാസ്റ്റ് ഡേയ്സിൽ ചില പ്രൊപ്പോസൽസ് വരട്ടെ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതമായി മാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം, സൂക്ഷിക്കണം. നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. വലിയ കാര്യങ്ങളെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്ന നാളത്തെ സഭായോഗം പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരു കാരണവശാലും മിസ് ചെയ്യല്ലേ. നിശ്ചയമായിട്ടും അതിലെല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുക. ഈ പ്രഭാതത്തിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായൊരു വാക്യമാണെന്നറിയാമോ? അതായത് യോഹന്നാൻ പത്മോസിൽ തള്ളപ്പെട്ട് കിടക്കുക, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടതാണ് യോഹന്നാനെ പത്മോസിലേക്ക്. എന്നാൽ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ആ പ്രയാസങ്ങളുടെയും അസ്ഥിരതകളുടെയും ഒക്കെ നടുവിലാണ് അദ്ദേഹം കിടക്കുന്നത്. അതായത് പത്മോസ് എന്ന് പറഞ്ഞ സുഖവാസ കേന്ദ്രമല്ല, പത്മോസ് എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രമല്ല. പത്മോസ് എന്ന് പറയുന്നത് ഈ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യദ്രോഹം ചെയ്തവരെയും അതുപോലെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയൊക്കെ കൊണ്ട് തള്ളിക്കളയുന്ന സ്ഥലമാണ്. പിന്നെ അവിടുന്ന് അവർ പുറത്തു വരുന്നില്ല, അവിടെ തന്നെ മരിക്കുന്നു, അവിടെ തന്നെ കിടക്കുന്നു. ക്ഷുദ്രജീവികൾ, വന്യജീവികൾ, ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പത്മോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാൻ കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവ് പറയുക, ഞാൻ ആൽഫയും ഞാൻ ഒമേഗയും ആകുന്നു. അപ്പം യേശു എന്താ പറയുന്നത്? അത് യേശുവിൻ്റെ ഐഡൻറ്റിറ്റി പറയുക മാത്രമല്ല ചെയ്യുന്നത്. യേശു അവിടെ വെച്ച് നമുക്കും അദ്ദേഹത്തിനും യോഹന്നാനും നമുക്കുമൊക്കെ ഒരു ഉറപ്പ് തരികയാണ്. നിൻ്റെ ജീവിതം ഞാൻ ആരംഭിച്ചത്, ഞാനത് നിലനിർത്തുകയും ഞാനതിനെ ഏറ്റവും ഭംഗിയാക്കി പൂർത്തീകരിക്കുകയും ചെയ്യും. ഏത് പ്രയാസത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഇന്നായിരിക്കുന്നുവെങ്കിലും, ഏത് പ്രശ്നത്തിൻ്റെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിലും, അതിൻ്റെ നടുവിൽ യേശു നമ്മളോട് പറയുന്ന പദം ഇതാണ്: നിൻ്റെ ആദ്യത്തെ പേജ് ഞാനാ തുടങ്ങിയതെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാനും അതിനെ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാനും എനിക്ക് സാധിക്കും. ആൽഫ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഗ്രീക്ക് ആൽഫബറ്റിലെ ഒന്നാമത്തെ വാക്ക് ആ അക്ഷരമാണ് ആൽഫ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ദ ബിഗിനിങ്. അപ്പം ആൽഫ, ഒമേഗ എന്ന് പറഞ്ഞാൽ എൻഡ്. അപ്പോൾ ആരംഭവും അവസാനവും അറിയുന്ന യേശുവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും, എത്രയൊക്കെ ചലഞ്ചസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും, നിങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കുന്നത് നിങ്ങളൊന്ന് കണ്ടേ. എന്നിട്ട് യേശു പറഞ്ഞു, മോനെ ഞാൻ ആൽഫയാണ്, മോളെ ഞാൻ ആൽഫയും ഞാൻ ഒമേഗയുമാണ്. യേശു നമ്മളോട് പറയുക ഇന്ന് പ്രഭാതത്തിൽ, മോളെ ധൈര്യമായിട്ടിരിക്കും, ഞാനാ ആൽഫയും ഒമേഗയും. മോനെ നീ ധൈര്യമായിട്ടിരിക്കും, ഞാനാ ആൽഫയും ഒമേഗയും. ഞാനാ നിന്നിൽ പ്രവൃത്തി ആരംഭിച്ചത്, ഞാൻ നിന്നിൽ പൂർത്തീകരിക്കും. ഞാനാ നിന്നെ കൊണ്ട് നിൻ്റെ ജീവിതം ആരംഭിച്ചത്, യേശുവാ നിൻ്റെ ജീവിതം ആരംഭിച്ചത്, അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതം ദൈവത്തോടു കൂടെ ആരംഭിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് അബ്രഹാമിൻ്റെ ജീവിതത്തെ കർത്താവ് പെർഫെക്റ്റാക്കി പൂർത്തീകരിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് എന്താരംഭിച്ചോ അത് പൂർത്തീകരിച്ച് തരുവാൻ കർത്താവ് മതിയായവന്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കണം, കലങ്ങിപ്പോകരുത്. പറയണം, എൻ്റെ യേശുവാണ് ആരംഭിച്ചത്, യേശു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ധൈര്യമായിട്ട് മുന്നേറുക. നിങ്ങളുടെ ബിസിനസ് ആയാലും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായാലും, നിങ്ങളുടെ കുടുംബജീവിതമായാലും, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം യേശുവിനെ നിങ്ങൾ എന്ന് കർത്താവായി സ്വീകരിച്ചോ അന്നു മുതൽ യേശു തന്നെ. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്നറിയാം? ദിവസം രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, യേശുവാ എൻ്റെ കർത്താവ്, യേശുവാ എൻ്റെ എല്ലാത്തിൻ്റെയും കർത്താവ്. സോ ആ ലോർഡ്ഷിപ്പ് എന്നും ഡിക്ലെയർ ചെയ്യണം. എന്നും പറഞ്ഞു യേശുവാ എൻ്റെ കർത്താവ്. അതുകൊണ്ട് യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ ആ യേശുവിൽ ട്രസ്റ്റ് ചെയ്യുന്നു. യേശു ഒരു പെർഫെക്റ്റ് ടൈമിംഗ് വെച്ചിട്ടുണ്ട്. ആ ടൈമിങ്ങിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കും. ഞാൻ ആ ടൈമിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആമേൻ. ഞാൻ അത് കണ്ടുകൊണ്ട്, കർത്താവ് ഒരുക്കുന്ന നന്മ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം എൻ്റെ കൂടെയുള്ളവൻ എൻ്റെ ആരംഭം മാത്രമല്ല കണ്ടത്, എൻ്റെ ഇന്നത്തെ അവസ്ഥ മാത്രമല്ല കണ്ടത്, എൻ്റെ എന്നത്തെയും അവസ്ഥ അന്ത്യം വരെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കർത്താവ് യേശു എൻ്റെ കർത്താവായതുകൊണ്ട്
ജീസസ് ക്രൈസ്റ്റ് എൻ്റെ ലോഡ് ആയതുകൊണ്ട് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് വേണം നമ്മൾ പറയാൻ. അതുകൊണ്ട് ആകുലപ്പെടരുത്, ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ഏത് സിറ്റുവേഷനിലും അവിടെ നിന്ന് പറഞ്ഞു, യേശുവ എൻ്റെ കർത്താവ്, അവൻ ആൽഫയും അവൻ ഒമേഗയുമാണ്, അവൻ ആരംഭിച്ചവൻ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അമ്മ നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, അങ്ങ് ആൽഫയും അങ്ങ് ഒമേഗയുമാകുന്നു, അങ്ങ് ആരംഭവും അങ്ങ് അവസാനവുമാകുന്നു. അങ്ങ് ആരംഭിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതം അങ്ങിൽ ആരംഭിച്ചു, അങ്ങ് തന്നെ അത് ഫിനിഷ് ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. എല്ലാ ആകുലതകളും മാറിപ്പോകട്ടെ, എല്ലാ ടെൻഷൻസും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറി ഇവർ സ്വതന്ത്രരായി തീരട്ടെ. ആൽഫയും ഒമേഗയുമായി, ആരംഭവും അവസാനവുമായി യേശുവിൽ ട്രസ്റ്റ് ചെയ്യുവാൻ ഇവർക്ക് കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറഞ്ഞ്, യേശു ആൽഫയും ഒമേഗയുമാകുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ദൈവിക പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അവൻ ആരംഭിച്ചു, യേശു തന്നെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു താമസത്തിനോ ഈ പൈശാചിക ശക്തികൾക്കോ യാതൊരു അന്ധകാര ശക്തികൾക്കും എൻ്റെ ഭാവിയെയോ എൻ്റെ മുന്നേറ്റത്തെയോ തടയാൻ കഴിയത്തില്ല. യേശു ആരംഭിച്ചത് യേശു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിലെ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.